നമസ്തേ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയാനായിട്ട് നമ്മുടെ ഫിഷ് ടാങ്ക് ഈ രൂപത്തിൽ നമ്മൾ മാറ്റി ഈ രൂപത്തേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, നമസ്തേ ഗൈസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയാനായിട്ട് നമ്മുടെ ഫിഷ് ടാങ്ക് ഈ രൂപത്തിൽ നമ്മൾ മാറ്റി ഈ രൂപത്തേക്ക് ആക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഫിഷ് ടാങ്ക് മാത്രമല്ല, അതിനകത്ത് പുതിയ മീനുകൾ ഇടുന്നുണ്ട്. നമുക്ക് മുമ്പുണ്ടായിരുന്നത് ഒരു ഓസ്കാർ 3 ഫിഷും പിന്നെ 2 സക്ക ഫിഷാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കടയിൽ പോയി വിറ്റു. അത് അവരാദ്യം പറഞ്ഞിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപ പറഞ്ഞേ. ഞാൻ പറഞ്ഞു 700 രൂപയ്ക്കാണെങ്കിൽ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ 700 രൂപ മുതലാവില്ല ബ്രോ, അന്ന് നടക്കില്ല ബ്രോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, എന്നാൽ ശരി വേണ്ട പോകാൻ. അപ്പോൾ ഇത് പറഞ്ഞു എന്നാൽ 600 പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു 600 സൈസ് കണ്ടത് എത്ര വലിപ്പണമെന്ന് അറിയോ? ഇത് ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തെന്നറിയോ? വളരിക്കര എവിടെയാ നമ്മുടെ സ്ഥലം. അപ്പോൾ അവർ സൈസൊക്കെ കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ 700 രൂപയ്ക്ക് എടുത്തോളാം. അപ്പോൾ 700 കിട്ടി. പിന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ആ ടാങ്ക് നമുക്കിനി ക്ലീൻ ചെയ്ത് എടുക്കണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ പോയി മേടിച്ച് മീൻ വന്നിട്ട് ടാങ്കിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് പ്രോസസ്സ് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചങ്കുണ്ട്, 3 ചങ്കുണ്ട്. അതിലേതൊരു ചങ്കിനെ കൂട്ടിയിട്ട് നമുക്ക് പോകണം എവിടേക്ക്, ഫിഷ് മേടിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അറിയില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ ടാങ്ക് കഴുകി ഇനി നമ്മൾ ചങ്കിൻ്റെ ഒപ്പം നമ്മൾ മേടിക്കാൻ പോകുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ വണ്ടി പോട്ടെ. അപ്പോൾ ഞായറാഴ്ച കൊണ്ട് കട തുറക്കുമെന്ന് അറിയില്ല. തൃശ്ശൂർ അക്കോരം ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഓപ്പണാണ്. അപ്പോൾ മേടിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ മീനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1 ഡസൻ അല്ല, ഇതിൻ്റെ 2 ഡസനായിട്ട് 2 ഡസനായിട്ട് ഇവൻ്റെ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് അവനെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മീനെ ടാങ്കിക്കിടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വേറെ മീനെ നമ്മൾ പിന്നെ മേടിച്ചു. ഇനി നാളെ വേറെ മീൻ മേടിക്കാണ്ട് ഞായറാഴ്ചയാണ് തോന്നിട്ടില്ല. അപ്പം നിങ്ങൾക്കൊരു തോട്ടം വന്നിട്ടുണ്ടാവും, ഇവരെന്താ അയച്ചു വിടാത്തതെന്നുള്ളത്. ഇവരെന്താ അയച്ചു വിടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ മീനുകൾ നമ്മുടെ ടാങ്കിലേക്ക് ഇടുമ്പോൾ അവരുടെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ സെയിം ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മര്യാദയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചൂട് കൂടുതൽ അല്ലെങ്കിൽ തണുപ്പ് കൂടുതൽ ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനിന് ഡാമേജ് വന്ന് ചാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീനിനെ പാക്കറ്റോട് കൂടെ നമ്മൾ ടാങ്കിലിടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മീനുകളെല്ലാത്തിനും ഡ്രോപ്പ് ചെയ്തപ്പോൾ അത്ര ഇനഫായ പോലെ തോന്നിയില്ല. കുറച്ചുകൂടി മീനിടണം എന്നൊരു തോട്ട് വന്നു. പിന്നെ നമ്മുടെ ഈ വെള്ള ലൈറ്റ് മാറ്റി പിടിക്കണം, അപ്പോഴാണ് ഒരു ഗുമ്പുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ള ലൈറ്റും പിന്നെ കുറച്ചധികം മീൻ പിടിക്കാനായിട്ട് നാളെ പോവും ഗൈസ്. അപ്പോൾ നമ്മുടെ 90% നമ്മുടെ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. കുറച്ച് മീനുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മീനുകൾ ഇന്ന് മേടിക്കാൻ പോയി. ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. അത് ഫോർ സെയിലിനായിരുന്നില്ല, അവരുടെ എന്തോ ആവശ്യത്തിനായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ആ മീനുകളൊക്കെ പാക്ക് ചെയ്ത് എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. സെയിം മീനുകളൊക്കെ ആയിരിക്കും മേടിക്കുന്നുണ്ടാവുക. നമുക്ക് കുറച്ച് എണ്ണം കൂട്ടാനുണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് സെറ്റായി. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ഞാൻ ഗൂഗിളിൽ നോക്കി, മറ്റേ തൃശ്ശൂർ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അക്വേറിയം നമ്മുടെ തൃശ്ശൂരുണ്ട്. അപ്പോൾ അവിടെ പോകാനായിരുന്നു പ്ലാൻ. ഞാൻ ഗൂഗിളിൽ ഞായറാഴ്ച കൊണ്ട് നോക്കിയപ്പോൾ ഓപ്പൺ എന്നാണ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ജൂബിലി മിഷൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ വരെ പോയി നോക്കുമ്പോൾ ആ കട കാണാനില്ല.
കട ആകെ മാറി. എന്നിട്ട് നോക്കുമ്പോൾ വേറെ ഈ ചെടികൾ വളർത്തില്ലേ അതിൻ്റെ ഒക്കെ ഒരു കട, പിന്നെ അലങ്കാരത്തിന് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ അതിൻ്റെ ഒരു കടയിൽ മാറി. അപ്പം ഞാൻ പോയി കടക്കാരോട് ചോദിച്ചു നമ്മുടെ തൃശ്ശൂർ അക്വേറിയം ഇല്ലേ ചോദിച്ചു. അപ്പോൾ അത് നിർത്തിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല മീനിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാവട്ടെ, അതിൻ്റെ ഒരു ഈ ബ്രാഞ്ച് ചാലക്കുടിയില്ല ചാവക്കാടിലും കണ്ടുണ്ടെന്നുണ്ട് അങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം മീനുകളെ മേടിക്കാം, എന്നിട്ട് നമ്മുടെ ടാങ്കിൽ ഇടാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളത് ഗോൾഡൻ അക്വേറിയത്തിലെത്തി. ഇത് നമ്മുടെ തൃശ്ശൂരിൽ വേറെ ഫേമസ് ആയിട്ടുള്ളൊരു അക്വേറിയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത മീനുകളെ മേടിക്കാൻ പോകുന്നത്. അപ്പോഴാണ് ആ ഷോപ്പിൽ ഒരു പോമറേനിയൻ ഡോഗി കുട്ടീനെ ഞാൻ കണ്ടത്. അതിനെ കണ്ടപ്പോൾ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ 2 എണ്ണം വേറെ ഉണ്ട്, അതിനെ സഹിക്കാൻ പറ്റാണ്ടിരിക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിത് പിന്നെയും അവരെ പാക്കറ്റിലാക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ലൈറ്റും കൂടി ഫിറ്റ് ചെയ്തിട്ട് അവസാനത്തെ സ്റ്റെപ്പ് അവർ അയച്ച് വിട്ടിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പൊക്കോളൂ കേട്ടോ. ശരി, താങ്ക് യു, ബൈ.